morning devotion. I'm forever yours. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തില് അതിന്റെ 8-ാമത്തെ 10-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവരോട് ചെയ്യാണ്ടിരിക്കുന്ന നിയമമാണിത്. ഞാൻ എന്റെ നിയമത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ദൈവം ഹല്ലേലൂയ ഉടമ്പടി പ്രകാരം ദൈവം കൽപ്പനകൾ അവർക്ക് കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതിരുന്ന അവരുടെ കാര്യങ്ങളിൽ കൽപ്പന കിട്ടില്ല. അവർക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാണ്ട് കൽപ്പനകളുടെ എല്ലാ വഴികളും കൊടുക്കുക. അവർക്ക് അതിന് ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, പിന്നത്തതിൽ വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. ആത്മാവ് വരുമ്പോ, പരിശുദ്ധാത്മാവ് വരുമ്പോ, യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ 11-ാം വാക്യം, പരിശുദ്ധാത്മാവ് വരുമ്പോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നിങ്ങളുടെ അകത്ത് പ്രമാണം എഴുതിയിട്ട്, വചനം ഇങ്ങനെ നിങ്ങളുടെ അകത്ത് പ്രമാണം എഴുതിയിട്ട് നിങ്ങളെ അതിൽ നടക്കുമാറാക്കും. അതായത് നമ്മുടെ അകത്ത് പ്രമാണം തന്നിട്ട് ഇപ്പോ എഴുതി കയ്യിൽ തന്നിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറയല്ല, നമ്മളിൽ വസിച്ചിട്ട് നമ്മളെ അങ്ങനെ നടത്തുക. ഹല്ലേലൂയ. ഇതാണ് പുതിയ നിയമം. അത് നമ്മളെ നടക്കുമാറാക്കും, നമ്മളെ നടക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ച് നടക്കാനുള്ള വഴി പറഞ്ഞു തന്നിട്ട് വിശ്രമിക്കുകയല്ല, നടത്തുമാറാക്കുന്നവൻ. അതെ, നമ്മളെ നടത്തുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളെ നടത്തുന്നവൻ. എങ്ങനെയാ നടത്തുന്നതെന്ന് അറിയാമോ? പുതിയ നിയമം. എന്താണ് ഈ പുതിയ നിയമം എന്നറിയാമോ? ആത്മാവ് എന്നിലേക്ക് വന്നപ്പോ ഞാൻ മകനായി മാറി, പുത്രത്വം പുത്രത്വത്തിലേക്ക് പ്രവേശിച്ചു. ഇനി എന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഞാൻ ദാസത്വത്തിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് വല്ലതും തരണമെന്ന് നിലവിളിക്കുന്നവനായിട്ടല്ല, എന്റെ അകത്ത് തിരിച്ചറിവോടുകൂടിയാണ്. എന്താണ് എന്റെ അറിവ്? യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനായി ഞാൻ യേശുവിന്റെ ആത്മാവിനാൽ പുത്രത്വം സ്വീകരിച്ചിരിക്കുക. വീണ്ടും ഞാൻ പറയാം, യേശുവിന്റെ രക്തത്താൽ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ഞാൻ യേശുവിന്റെ ആത്മാവിനെ എന്നിലേക്ക് സ്വീകരിച്ചപ്പോൾ ഞാൻ പുത്രത്വം പ്രാപിച്ചിരിക്കുക. മകനായി തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അവകാശിയാണ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഹല്ലേലൂയ നടക്കുന്ന എല്ലാ വഴികളിലും, നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും പുത്രത്വത്തിന്റെ അധികാരത്തോടെ, അതെ, ഒന്നിന്റെ മുമ്പിലും പതറേണ്ട. നിങ്ങൾ മക്കളാണെന്നുള്ള, ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തോടെ സാഹചര്യം കൊണ്ട് കൽപ്പിക്കാം, സാഹചര്യം കൊണ്ട് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ ഇന്ന് പകൽക്കാലം ഒരു അനുഗ്രഹമായി, ഒരു സാക്ഷിയായി, ക്രിസ്തു ജീവിക്കുന്നതിന്റെ അടയാളമായിട്ട് കർത്താവ് നിർത്തട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.